നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫൊഹോവയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. കാരണം ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വലിയ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഫൊഹോവ എന്ന് പറയുന്നത്. പക്ഷേ ഫൊഹോവയെ കുറിച്ച് പല ആളുകൾക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഫൊഹോവ എന്നുള്ള പേര് അറിയാൻ പല ആളുകൾ, പക്ഷെ അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഫൊഹോവ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു കേരള കൾച്ചറിലോ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിലോ മാത്രം ഒതുങ്ങുന്നതല്ല, ഗ്ലോബലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. 2007 റഷ്യയിലെ മോസ്കോയിലെ തുടക്കം കുറിച്ച് 18 വർഷം കൊണ്ട് ഇന്ന് 32ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ് ഫൊഹോവ. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വലിയൊരു സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ ഒരു വലിയ ഏറ്റവും നല്ല ടൈമിലേക്കാണ് വരുന്നത്. നമ്മുടെ കേരള സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്താണ് ഡയറക്ട് സെല്ലിംഗിൽ ഒരു മോണിറ്റർ മെക്കാനിസം ആദ്യമായിട്ട് നിലവിൽ വന്നത്. 2025 ഫെബ്രുവരി 19 നമ്മുടെ കേരളത്തിൽ നിലവിൽ വന്നു. ഇനി വലിയൊരു സാധ്യതയാണ് പോകുന്നത്. ഇനി അതിൽ തന്നെ ഒരു നല്ലൊരു കമ്പനിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്കിത് ഗ്ലോബലി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ കമ്പനി ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്. ഇനി ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. ഒന്ന് കമ്പനിയുടെ പ്രൊഫൈലാണ്, 2 പ്രൊഡക്റ്റ് ആണ്, 3 പ്ലാനാണ്, 4 പ്രൊമോഷൻ, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സിസ്റ്റം. ഈ 4 കാര്യങ്ങൾ വളരെ കൃത്യമായ ഒരു കമ്പനിയാണെങ്കിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടില്ല. അപ്പൊ നമ്മൾ നിലവില് എന്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഏതെങ്കിലും ഡയറക്ട് സെല്ലിംഗ് പ്രവർത്തിക്കുന്ന ആളുകളോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോ ഒക്കെ ഉണ്ടാവാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. നമ്മൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കമ്പനിയിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നൊന്ന് നോക്കിയാൽ മതി. ഫൊഹോവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 2007 തുടങ്ങി 18 വർഷം കൊണ്ട് 32 രാജ്യങ്ങളിൽ എത്തിയ കമ്പനി. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് പല കമ്പനികളുമുണ്ട്. 10, 20, 30 വർഷമായ കമ്പനികൾ ഇന്ന് എത്ര രാജ്യങ്ങൾ അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നോക്കുക. അവിടെ തന്നെ നമ്മൾ ഇതിന്റെ സാധ്യത മനസ്സിലാക്കണം. ഈ കമ്പനിയുടെ ഒരു വലുപ്പം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം 32 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതത് രാജ്യത്തെ നിയമം അനുസരിച്ചുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇനിയും ഒരുപാട് രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, ഇനി നമ്മുടെ കമ്പനിയെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ വേൾഡ് എക്കണോമിക് ഫോമിൽ നമ്മുടെ കമ്പനി മെമ്പറാണ്. ഒരുപാട് ഇന്റർനാഷണൽ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ്. കാരണം നമ്മുടെ കമ്പനി ഒരു ഹൈടെക് ബയോടെക്നോളജി കമ്പനിയാണ്. ഹൈടെക് ബയോടെക് ഒരുപാട് നമ്മുടെ പ്രൊഡക്റ്റ് ഒരു വേൾഡ് അത്ലറ്റിക് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചാരിറ്റി മേഖലയിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു ഫേമാണ് ഫൊഹോവ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ടിയാൻജിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്കറിയാം ഇന്ന് ടെക്നോളജിയിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ആ ചൈനയിലുള്ള വലിയൊരു കമ്പനിയാണ് നമ്മുടെ ഫൊഹോവ എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനി ഒരു ഹൈടെക് ബയോടെക്നോളജി കമ്പനിയാണ്. ആ തരത്തിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ കമ്പനിക്ക് സ്വന്തമായിട്ട് R&D യൂണിറ്റ്, അതേപോലെ നമ്മുടെ 6ഓളം യൂണിവേഴ്സിറ്റികളുമായിട്ട് നമ്മുടെ കമ്പനി കണക്റ്റഡ് ആണ്. ഓരോ രാജ്യത്തും നമ്മുടെ കമ്പനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 2024 അമേരിക്കയിലെ ഗോൾഡൻ ടെക്നോളജി അവാർഡ് വരെ നമ്മളെ ഒരു പ്രൊഡക്റ്റിന് PMD എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ കമ്പനി ഇന്ത്യയിലേക്ക് വന്നത് പറയുകയാണെങ്കിൽ 2020 ജൂലൈ 10 ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ജസോള സെന്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഡൽഹിയിലാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് 18 വർഷമായ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് വെറും 5 വർഷമായിട്ടേ ഉള്ളൂ. അതും കൊറോണ സമയത്തായതുകൊണ്ട് തന്നെ വലിയ രീതിയിലേക്ക് എന്തായിട്ടില്ല, ആളുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, എന്നിട്ടും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 35ഓളം ഫ്രാഞ്ചൈസികൾ നമ്മുടെ കമ്പനിക്കുണ്ട്. പല നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ആയിട്ട് 35ഓളം ഫ്രാഞ്ചൈസികളുണ്ട്. അപ്പൊ നമ്മൾ കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ പ്രസന്റ്ലി 3 ഫ്രാഞ്ചൈസിയാണുള്ളത്. ഒന്ന് കണ്ണൂർ ഇരിട്ടിയിലാണ് ഹോളി കെയർ എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസി ഉണ്ട്. മറ്റൊന്ന് കാലിക്കറ്റ് മാവൂർ റോഡിൽ നാച്ചുറൽ ഫ്രാഞ്ചൈസി. മറ്റൊന്ന് ട്രിവാൻഡ്രത്ത് വെമ്പ എന്ന സ്ഥലത്ത് NPR അസോസിയേറ്റ് എന്ന് പറഞ്ഞ 3 ഫ്രാഞ്ചൈസികളാണ് പ്രസന്റ്ലി നമുക്കുള്ളത്. ഫ്രാഞ്ചൈസികളെ കൂടാതെ കുറെ വെൽനസ് സെന്ററുകൾ നമുക്കുണ്ട്. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നടത്തുന്ന ഒരുപാട് വെൽനസ് സെന്ററുകൾ ഉണ്ട്. ഈ വെൽനസ് സെന്ററുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ നമ്മുടെ നമ്മുടെ കമ്പനിയുടെ ഫൊഹോവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹെൽത്ത് ഡിവൈസുകൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. അഥവാ വെൽനസ് എക്യുപ്മെന്റ്സ് മാർക്കറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ കണ്ടിട്ടുണ്ടാവും. ആ കമ്പനികൾക്ക് കോമൺ ആയിട്ട് കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ പേര് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ, പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് തന്നെ ആയിരിക്കും. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹെൽത്ത് ഡിവൈസുകൾ അത് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. കാരണം 80-ലധികം ഹെൽത്ത് ഡിവൈസ് വേൾഡ് വൈഡ് ആയിട്ട് നമ്മുടെ കമ്പനിക്ക് ഉണ്ട്.
പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പൊ പ്രസന്റ്ലി 3 ഡിവൈസുകളാണുള്ളത്. അതിൽ ഒന്നുള്ളത് PMD എന്ന് പറയും, പോർട്ടബിൾ മാജിക്കൽ ഡിവൈസ്. മറ്റൊന്ന് BCM എന്ന് പറയും, ബ്ലഡ് സർക്കുലേറ്ററി മസാജർ. മറ്റൊന്ന് വെന്റോൺ ഡിവൈസ് പ്രോ, അത് റീസെന്റ് വന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. 3 ഡിവൈസുകളുണ്ട്. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടുകളാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ പ്രൊഡക്റ്റിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഈ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. കാരണം വളരെ അത്യാവശ്യമായിട്ടുള്ള, ഇന്ന് ഓരോ വീട്ടിലും വളരെ അത്യാവശ്യമായിട്ടുള്ള ഡിവൈസുകളാണ്, ഹെൽത്ത് ഡിവൈസുകളുടെ എക്യുപ്മെന്റ്സുകൾ നമ്മുടെ കമ്പനിക്ക്. ഇനിയും ഒരുപാട് ഡിവൈസുകൾ നമ്മുടെ കമ്പനി വരാനിരിക്കുന്നുണ്ട്. പൈപ്പ് ലൈനിൽ ഒരുപാട് ഡിവൈസുകൾ വരാനിരിക്കുന്നുണ്ട്. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു കമ്പനിയും ചെയ്യാത്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ ഫൊഹോവ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നോർമലി ഉള്ള നമുക്ക് പിന്നെ ഫുഡ് സപ്ലിമെന്റ്സ് പ്രൊഡക്റ്റുകളുണ്ട്, പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകളുണ്ട്, കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകൾ ഒക്കെ ഉണ്ട്. അതിപ്പോ നമ്മൾ ഡിവൈസ് തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് PMD എന്ന് പറയും, പോർട്ടബിൾ മാജിക്കൽ ഡിവൈസ് എന്ന് പറയും. 4 ഫംഗ്ഷൻസുകൾ ഒരേ ഡിവൈസിൽ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് ചെയ്യാൻ പറ്റും. അതിൽ പിന്നെ ടെൻസ് ഫംഗ്ഷൻ, കപ്പിംഗ് തെറാപ്പി, ലേസർ ഫംഗ്ഷൻ, വോക്കം എന്ന് പറയുന്ന രീതിയിലൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് നമുക്കുണ്ട്. അതുപോലെ BCM എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്. BCM Pro എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്. BCM Pro എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കുലേഷൻ മൊത്തം ക്ലിയർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ രാവിലെ ഒരു 5 കിലോമീറ്റർ ഓടുക, അല്ലെങ്കിൽ 1-2 മണിക്കൂർ എക്സസൈസ് ചെയ്യുക, അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു 15-20 മിനിറ്റ് നമ്മൾ ഈ BCM Pro നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സർക്കുലേഷൻ ഒക്കെ ക്ലിയർ ചെയ്യുന്ന, ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്ന, ഒട്ടനവധി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് BCM Pro. അതേപോലെ തന്നെ വെന്റോൺ ഡിവൈസ് എന്ന മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഈ 3 പ്രൊഡക്റ്റിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോസുകൾ എക്സ്പ്ലനേഷൻ നമ്മൾ നമ്മുടെ ചാനലിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് കാണാൻ തയ്യാറാവുക, കാരണം വളരെ അത്യാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഫുഡ് സപ്ലിമെന്റ്സ് പ്രൊഡക്റ്റുകളുണ്ട്, പേഴ്സണൽ കെയർ ആൻഡ് കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സാനിറ്ററി നാപ്കിൻ ആണ്. നമുക്ക് ഇന്നറിയാം, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു പഠനം പറയുന്നത് ഓരോ 8 മിനിറ്റിലും ഒരു സ്ത്രീ സെർവിക്കൽ ക്യാൻസർ മൂലം മരണപ്പെടുന്നുണ്ടെന്നാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ക്വാളിറ്റി ഇല്ലാത്ത നാപ്കിന്റെ ഉപയോഗമാണ്. അവിടെയാണ് ഇന്ന് ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു സാനിറ്ററി നാപ്കിൻ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് ഫൊഹോവ. അത് അതിന്റെ ഡെമോൺസ്ട്രേഷനിലൂടെ നമ്മളത് പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലൂടെ തന്നെ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യുന്നതാണ്. ഞാൻ പറയാൻ കാരണം, ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ് ഫൊഹോവ എന്ന് പറയുന്നത്. പ്രസന്റ്ലി നമുക്ക് 1800ഓളം പ്രൊഡക്റ്റുകൾ വേൾഡ് വൈഡിൽ ഉണ്ടെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 18 പ്രൊഡക്റ്റുകളെ എത്തിയിട്ടുള്ളൂ. അത്രയും ബിഗിനിങ് സ്റ്റേജിലാണ് നമ്മുടെ കമ്പനി ഉള്ളത്. ഓക്കെ, ഇനി ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇനി വരാനിരിക്കുന്നു. ഇനി ഇതിൽ 3ാമത്തെ പാർട്ട് ഞാൻ പറഞ്ഞു, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ 4 കാര്യങ്ങളാണ്. ഒന്ന് കമ്പനിയുടെ പ്രൊഫൈലാണ്, 2 പ്രൊഡക്റ്റ് ആണ്. ഇത് രണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഇൻകം പാർട്ടാണ്. ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയെ കുറിച്ച് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ അറിയുന്ന ആളുകളാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിലും, ഇനി പുതിയ ആളുകളാണെങ്കിലും ശരി, ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്കും ഈസി ആയിട്ട് നല്ല ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ പ്ലാൻ ആണ് ഫൊഹോവയ്ക്കുള്ളത്. അഥവാ 10 തരത്തിലുള്ള വരുമാന മാർഗങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ 1ാമത്തേത് എന്ന് പറയുന്നത് ടീം സെയിൽസ് ബോണസ് എന്ന് പറയും, അഥവാ റെഫറൽ ഇൻകം എന്ന് പറയും. ഏകദേശം 10 മുതൽ 20% വരെ കിട്ടും. 2 ഡെവലപ്മെന്റ് ബോണസ്, അഥവാ 8 മുതൽ 13% വരെ കിട്ടും. ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. 3ാമത്തേത് എലൈറ്റ് ബോണസ് ആണ്. എലൈറ്റ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതുതായിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഫസ്റ്റ് ഇയറിൽ കമ്പനി കൊടുക്കുന്ന ഒരു ഇൻകമാണ് $8,000, അഥവാ 6,80,000 രൂപ ഫസ്റ്റ് ഇയറിൽ അവരുടെ പെർഫോമൻസിനനുസരിച്ച് അവർക്ക് നേടാൻ പറ്റുന്ന ഒരു ഇൻകം ഉണ്ട്, എലൈറ്റ് ബോണസ് എന്നുള്ള രീതിയിലേക്ക്. പിന്നെ മറ്റൊരു ബോണസ് ഉള്ളത് ഡയമണ്ട് ബോണസ് ആണ്. അഥവാ നമുക്ക് കമ്പനിക്ക് 8ഓളം റാങ്കുകളുണ്ട്, അല്ലെങ്കിൽ എമറാൾഡ്, സഫയർ, ഡയമണ്ട് എന്നിങ്ങനെ റാങ്കുകളുണ്ട്. അതിൽ 3ാമത്തെ റാങ്ക് ആണ് ഡയമണ്ട്. ഡയമണ്ട് റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൺട്രി ടേൺ ഓവറിന്റെ 1% ക്വാർട്ടർലി കിട്ടുന്ന ഒരു ഇൻകം ഉണ്ട്. പിന്നെ ഇയർലി നമ്മുടെ ഓരോ റാങ്കിനനുസരിച്ച് ഇപ്പോൾ 1 സ്റ്റാർ ഡയറക്ടർ എന്നുള്ള പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടൂറിസം അവാർഡ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ടൂറിസം ഫണ്ട് എന്നുള്ള രീതിയിൽ $1000 എല്ലാ വർഷവും കിട്ടും. അങ്ങനത്തെ ഒരു ഫണ്ട് ഉണ്ട്. പിന്നെ 3 സ്റ്റാർ എന്നുള്ള റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് $10,000 കിട്ടും, അതും എല്ലാ വർഷവും കിട്ടും. പിന്നെ 5 സ്റ്റാർ എന്നുള്ള റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് $25,000 കിട്ടും.
7 സ്റ്റാർ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ $50,000. ഇതെല്ലാം ഇയർലി ആണ്, വൺ ടൈം അച്ചീവ് ചെയ്യുന്ന എല്ലാ വർഷവും കിട്ടുന്ന ഇൻകമാണ്. കാരണം നമുക്കറിയാം പല കമ്പനികളും നോക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള പല റാങ്കുകളും വൺ ടൈമേ ഉണ്ടാവുള്ളൂ. എന്നാൽ നമുക്ക് അങ്ങനെയല്ല, എല്ലാ വർഷവും കിട്ടും. ലാസ്റ്റ് ഫിലിക്സ് അംബാസഡർ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ഗ്ലോബൽ ഡിവിഡൻഡിന്റെ 0.5% ഇയർലി കിട്ടും. ഇതെല്ലാം ഇയർലി ആണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടൂറിസം ഫണ്ട് $1000 കിട്ടി ഒരാൾ എലിജിബിൾ ആയി. അത് കഴിഞ്ഞ് അദ്ദേഹം 3 സ്റ്റാർ ഡയറക്ടറിൽ നിന്നുകൊണ്ട് $10,000 കാർ ഫണ്ടിന് എലിജിബിൾ ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ടൂറിസം ഫണ്ട് കിട്ടാതിരിക്കില്ല, അതും കിട്ടും, രണ്ടും കിട്ടും. ഈ പറഞ്ഞ എല്ലാം നമുക്ക് എലിജിബിൾ ആയി കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഇതിന് മറ്റേറ്റവും വലിയൊരു ഇൻകം എന്ന് പറയുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. നമുക്കറിയാം ഇന്ന് വളരെ ഈസി ആയിട്ട് ഏതൊരു സാധാരണക്കാരനും ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. ഈ റീറ്റെയിലിലൂടെയാണ് പല ആളുകളും ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നെറ്റ്വർക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാറുള്ളത്. പലപ്പോഴും പല കമ്പനികളിലും അത് സാധിക്കാറില്ല. ചെറിയ 20%, 30% ഒക്കെയാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ നമ്മുടെ ഫൊഹോവനെ സംബന്ധിച്ചിടത്തോളം റീറ്റെയിൽ പ്രോഫിറ്റിൽ വലിയൊരു വിപ്ലവം തന്നെയാണ് കമ്പനി സൃഷ്ടിച്ചിട്ടുള്ളത്. അത് 20 മുതൽ 140% നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ്. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല എങ്ങനെയാണ് 140% കൊടുക്കാറുള്ളത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻകം പാർട്ടിലേക്ക് പോവാം. അതിനു മുമ്പേ നമ്മൾ എങ്ങനെയാണ് ഈ ഫൊഹോവയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഒരു പുതുതായിട്ട് ഇപ്പോ ആദ്യമായിട്ട് എന്റെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ഫൊഹോവയിൽ അസോസിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫൊഹോവന്റെ ബിസിനസ് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിലവിൽ ഇതിൽ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത ഒരാളുടെ സ്പോൺസർഷിപ്പിൽ മാത്രമേ ഇതിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. അപ്പോൾ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 5 രീതിയിൽ ഈ ബിസിനസിന്റെ പാർട്ടാവാം. 5 രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കാർഡാണ്. ഒന്ന് ബ്രോൺസ് കാർഡ് എന്ന് പറയും, 2 സിൽവർ, 3 ഗോൾഡ്, 4 പ്ലാറ്റിനം, 5 ടൈറ്റാനിയം. ഇങ്ങനെ 5 രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരാം. ഇപ്പൊ ബ്രോൺസ് കാർഡ് എടുക്കണമെങ്കിൽ $80 പ്രൊഡക്റ്റ് എടുക്കണം. സിൽവർ ആണ് 250, ഗോൾഡ് ആണ് 500, പ്ലാറ്റിനം ആണെങ്കിൽ 1000, ടൈറ്റാനിയം ആണെങ്കിൽ $4000. അപ്പൊ ഏത് കാർഡ് എടുത്ത് വന്നാലും നമുക്കിത് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറും. പിന്നെ ഈ കാർഡുകൾ തമ്മിൽ ഡിഫറൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി പറയുന്ന ഇൻകങ്ങളിലാണ് അല്ലെങ്കിൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഇൻകങ്ങളിൽ പെർസെന്റേജിൽ ചെറിയ മാറ്റം ഉണ്ടാവും. ബോണസ് കാർഡിൽ നിൽക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന സെയിം ഇൻകം ആയിരിക്കില്ല ചിലപ്പോൾ ടൈറ്റാനിയം കാർഡിൽ എടുത്ത് നിൽക്കുന്ന വ്യക്തി കിട്ടുക. പക്ഷേ എല്ലാ കാർഡിൽപ്പെട്ട ആളുകൾക്കും ഒരേപോലെ കിട്ടുന്ന ഒരു ഇൻകം ഉണ്ട്, അത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. അഥവാ ഈ ബിസിനസ് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന റീറ്റെയിൽ പ്രോഫിറ്റിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, കാരണം ഒരാൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു വെറും $80 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ 6800 രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എടുക്കുന്ന എന്ത് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ആണ്, അതും DP പ്രൈസ്. അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആയാലും ബ്രോൺസ് ആവട്ടെ, സിൽവർ ആവട്ടെ, ടൈറ്റാനിയം ആവട്ടെ, പ്ലാറ്റിനം, ഏത് കാർഡായാലും കുഴപ്പമില്ല, നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയതിനു ശേഷം റീപർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് എടുത്താൽ ഒന്ന് ഫ്രീ. ഇപ്പൊ ഉദാഹരണം പറയാം, ഒരു ടൂജൽ ഹൈ ക്വാളിറ്റിയുള്ള 18 ഹെർബൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഒരു ഹൈ ക്വാളിറ്റി ടൂജൽ ഉണ്ട് നമുക്ക്. അതിന്റെ MRP റേറ്റ് 175 രൂപയാണ്, DP റേറ്റ് 145 രൂപയാണ്. ഡിസ്ട്രിബ്യൂട്ടർ ആയതിനു ശേഷമാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നത് എങ്കിൽ 145 രൂപയ്ക്ക് 2 പ്രൊഡക്റ്റ് കിട്ടും. അഥവാ 72 രൂപ അല്ലെങ്കിൽ സംതിങ് നമുക്ക് വരുള്ളൂ ഒരു ടൂജലിന്. 170 രൂപ വരെയുള്ള ടൂജലിന് ഡിസ്ട്രിബ്യൂട്ടറിന് കിട്ടുന്നത് ഈ റേറ്റിനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ മാക്സിമം നമുക്ക് റീറ്റെയിലിലൂടെ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. എല്ലാ പ്രൊഡക്റ്റും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ്, അതും DP പ്രൈസിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ടീം സെയിൽസ് ബോണസ് അഥവാ റഫറൽ ഇൻകം എന്ന് പറയും. അഥവാ നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഇതൊരു ഷോപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ നമ്മളെ പ്രൊഡക്റ്റുകൾ കിട്ടില്ല, ഫൊഹോവ ഡിസ്ട്രിബ്യൂട്ടറിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഒരാളെ ഈ പ്രൊജക്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് കമ്പനി നമുക്ക് തരുന്ന ഒരു ഇൻകമാണ് റഫറൽ ബോണസ്. അത് നമ്മൾ കാർഡുകൾക്ക് അനുസരിച്ചാണ്. ഇപ്പൊ ബ്രോൺസ് കാർഡിലാണെങ്കിൽ 10%, സിൽവറിലാണെങ്കിൽ 13%, ഗോൾഡിലാണെങ്കിൽ 16%, പ്ലാറ്റിനത്തിലും ടൈറ്റാനിയത്തിലും ആണെങ്കിൽ 20%. PVയുടേതാണ് 20% എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു പ്ലാറ്റിനത്തിലുള്ള ഒരു മെമ്പർ ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മളൊരു പ്ലാറ്റിനം കാർഡുള്ള മെമ്പർ ആണെങ്കിൽ അദ്ദേഹം ഒരാളെ പരിചയപ്പെടുത്തി, അദ്ദേഹം ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്തു. അദ്ദേഹം ആ വ്യക്തിയുടെ പുതിയ രജിസ്റ്റർ ചെയ്ത വ്യക്തി അദ്ദേഹത്തിന്റെ ഐഡിയയിൽ കയറിയിട്ട് ഒരു ടൂജെല്ല് പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കുക. ടൂജെല്ലിന്റെ റേറ്റ് എന്ന് പറയുന്നത് 175 രൂപയാണ് അതിന്റെ MRP റേറ്റ്. അദ്ദേഹത്തിന് 145 രൂപ കിട്ടും.
അതിനൊരു PV ഉണ്ടാവും, 68 PV ആണ്. ആ PVയുടെ 20% ആരാണോ ഈ വ്യക്തിനെ സ്പോൺസർ ചെയ്തത് അദ്ദേഹത്തിന് കിട്ടും. അഥവാ 68 20% എന്ന് പറയുമ്പോൾ ഒരു 14 രൂപ 45 പൈസന്റെ അടുത്ത് ഒരു ട്യൂജലിന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഐഡിയയിൽ കയറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇങ്ങനെ നമ്മൾ എക്യുപ്മെന്റ്സ് ആണെങ്കിൽ ഒരു പോർട്ടബിൾ മാജിക് യൂസ് ആണെങ്കിൽ 5000 സംതിങ് രൂപ കിട്ടും. ഒരു BCM Pro ആണ് നമ്മൾ റെഫർ ചെയ്യുന്നതെങ്കിൽ 7500 രൂപയുടെ അടുത്ത് കിട്ടും. ഇത് വൺ ടൈം അല്ല, ഇത് ലൈഫ് ടൈം കിട്ടുന്ന ഒരു ഇൻകം. മീൻസ് നമ്മൾ 10-30 ആളുകളെ ഈ ഫൊഹോവ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ലൈഫ് ടൈം ആയിട്ട് ഈ ഫൊഹോവയിൽ നിന്ന് എന്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താലും അതിന്റെ ഒക്കെ 20% ആരാണോ ഇദ്ദേഹത്തിന് റെഫർ ചെയ്ത് അദ്ദേഹത്തിന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ ഇൻകം അഥവാ റെഫറൽ ബോണസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇൻകം എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ബോണസ് അഥവാ ടീം വർക്കിലൂടെ കിട്ടുന്ന ഒരു ഇൻകമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ ഏറ്റവും വലിയൊരു ഇൻകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീം വർക്കിലൂടെ കിട്ടുന്ന ഇൻകമാണ് അഥവാ പാസീവ് ഇൻകമാണ്. ഇതെന്ന് പറയുന്നത് ഇതിന്റെ പെർസെന്റേജ് വരുന്നത് ബ്രോൺസ് കാർഡിൽ 8%, സിൽവറിൽ 10%, ഗോൾഡിൽ 11%, പ്ലാറ്റിനത്തിൽ 12%, ടൈറ്റാനിയത്തിൽ 13%. ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരേ വർക്ക് തന്നെയാണ്, നമ്മൾ കാർഡ് മാറുന്നതിനനുസരിച്ച് നമുക്ക് പെർസെന്റേജ് മാറും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബ്രോൺസ് കാർഡിൽ നിന്ന് കൊണ്ട് ചെയ്യുന്ന സെയിം വർക്ക് തന്നെ നമ്മൾ ടൈറ്റാനിയത്തിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ 5% ഡിഫറൻറ്റ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇത് വീക്ക്ലി ക്ലോസിംഗ് ആണ്. വീക്ക്ലി സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 40,000 രൂപ മുതൽ 17 ലക്ഷം രൂപ വരെയാണ് നമ്മൾ വീക്ക്ലി സീലിംഗ് ലിമിറ്റ് വരുന്നത്. ആ ഓരോ കാർഡിനനുസരിച്ച് ഡിഫറെന്റ് ആണ് സീലിംഗ് ലിമിറ്റ് വരുന്നത്. പിന്നെ ഇത് ലൈഫ് ടൈം ക്യാരി ഫോർവേഡ് ആണ്, ക്യാരി ഫോർവേഡ് സിസ്റ്റം ആണ്. ഒരിക്കലും ഫ്ലഷ് ഔട്ട് എന്ന് പറഞ്ഞ സിസ്റ്റം വരുന്നില്ല, അല്ലെങ്കിൽ വാഷ് ഔട്ട് ആയി പോകുന്നില്ല. വൺ സൈഡ് ക്യാരി ഫോർവേഡ് ആയി നിൽക്കുന്ന സിസ്റ്റമാണ്. ഓക്കെ, അടുത്തൊരു ഇൻകം എന്ന് പറയുന്നത് എലൈറ്റ് ബോണസ് ആണ്. എലൈറ്റ് ബോണസ് എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻകമാണ്. അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഇൻകമാണ്. അതായത് പുതുതായിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് കമ്പനി ഫസ്റ്റ് ഇയറിൽ കൊടുക്കുന്ന ഒരു ബൂസ്റ്റിംഗ് ഇൻകമാണ് എലൈറ്റ് ബോണസ്. പക്ഷേ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഡേറ്റ് മുതൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാൻ പ്രകാരമുള്ള റെഫറലും ബൈനറിയും ഒക്കെ കിട്ടുന്നതിന്റെ പുറമെ ആയിട്ട് ഒരു വർഷത്തിനുള്ളിൽ 6,80,000 രൂപ വരെ അഡീഷണൽ ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇൻകമാണ് എലൈറ്റ് ബോണസ്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്ത ഡേറ്റ് മുതൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ 1,70,000 രൂപയുടെ ഡെവലപ്മെന്റ് ബോണസ് വാങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സ്പോട്ടിൽ കമ്പനി നമുക്ക് 85,000 രൂപ അഡീഷണൽ ആയിട്ട് തരും. ഇനി അതല്ല, ഒരു 7,65,000 രൂപയാണ് ഒരു വർഷം കൊണ്ട് നമ്മൾ വാങ്ങുന്നത് എങ്കിൽ ഈ 85,000 പുറമെ 2,65,000 കൂടെ അഡീഷണൽ ആയിട്ട് തരും. ഇനി വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് 15,30,000 രൂപ വരുമാനം വാങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ കമ്പനി അഡീഷണൽ ആയിട്ട് 85,000, 2,85,000, 3,40,000 ടോട്ടൽ 6,80,000 രൂപ ഒരു വർഷം കൊണ്ട് അഡീഷണൽ ബോണസ് ആയിട്ട് എലൈറ്റ് ബോണസ് എന്നുള്ള രീതിയിൽ നമ്മൾ കമ്പനി തരും. ശരി, ചിലപ്പോൾ ചില ആളുകൾക്ക് ഫസ്റ്റ് ഇയറിൽ 85,000 മാത്രമേ കിട്ടുക, ചില ആളുകൾക്ക് 2 ഇത് കിട്ടും, ചില ആളുകൾക്ക് 3 കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇനി പറയാൻ പോകുന്നതൊക്കെ ചില റാങ്കുകളാണ്. റാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് എമറാൾഡ് എന്ന് പറഞ്ഞ റാങ്കാണ്. എമറാൾഡ് റാങ്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു, നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഒരു ടീം വരുന്നു. ആ ടീമിലൂടെ ഒരു $15,000 ലെഫ്റ്റിലും $15,000 റൈറ്റിലും വരുന്ന സമയത്ത് കമ്പനി നമ്മളെ വിളിക്കുന്ന പേരാണ് എമറാൾഡ് എന്നുള്ള റാങ്കിലെത്തും. അപ്പൊ അതിന് ലിമിറ്റ് ഒന്നുമില്ല, ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല. ഏത് സമയത്താണോ വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എമറാൾഡ് എന്നുള്ള റാങ്കിലെത്തും. ഇനി നമ്മൾ എമറാൾഡിലായി നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ എമറാൾഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള സെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ റാങ്കിലേക്ക് എത്തും. അതിന്റെ പേരാണ് സഫയർ. ഇനി നമ്മൾ സഫയർ ആയി നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ സഫയർ വരികയോ അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള സെയിൽ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി മൂന്നാമത്തെ റാങ്കിലേക്ക് എത്തും. അതിന്റെ പേരാണ് ഡയമണ്ട്. ഡയമണ്ട് റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ടോട്ടൽ ഫൊഹോവ ബിസിനസ് ടേൺ ഓവറിന്റെ 1% ക്വാർട്ടർലി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഓരോ ക്വാർട്ടർലി നമുക്ക് ഡിവൈഡ് ചെയ്ത് തരുന്നതാണ്. സഫയർ റാങ്ക് വരെ നമ്മുടെ ടീം വർക്ക് നമ്മുടെ ടീമിന്റെ ഇൻകം മാത്രമായിരുന്നെങ്കിൽ ഡയമണ്ട് എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ നടന്നാലും ആ ബിസിനസ് ടേൺ ഓവറിന്റെ PVയുടെ 1% നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ എമറാൾഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, നമ്മുടെ കേരളത്തിലും ഒരുപാട് ആളുകളുണ്ട്, സഫയർ ആയിട്ടുള്ള ആളുകളുണ്ട്, ഡയമണ്ട് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഡയമണ്ട്സും കുറെ ആളുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ അങ്ങോട്ടുള്ള റാങ്കുകളാണ് നമുക്ക് ഹ്യൂജ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നത്.
അതിൽ ഫസ്റ്റ് ആണ് 1 സ്റ്റാർ ഡയറക്ടർ എന്ന് പറയും. 1 സ്റ്റാർ ഡയറക്ടർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയമണ്ട് ആവുന്നു, നമ്മുടെ ടീമിൽ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ഓരോ ഡയമണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാം. 2 ഡയമണ്ട്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 1 സ്റ്റാർ ഡയറക്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് $1000 അഥവാ 75,000 രൂപ ടൂറിസം അവാർഡ് എന്നുള്ള രീതിയിൽ എല്ലാ വർഷവും കിട്ടും. അത് ഇയർലി കിട്ടുന്ന ഇൻകം. നമ്മൾ മനസ്സിലാക്കേണ്ടത് പല കമ്പനികളും ഇത്തരം അവാർഡുകൾ 1 ടൈം കൊടുക്കുമ്പോൾ നമ്മുടെ കമ്പനി എല്ലാ വർഷവും. ഇനി നമ്മൾ 1 സ്റ്റാർ ആയി നമ്മളെ ടീമില് ഒരു 3 1 സ്റ്റാർ, നമ്മൾ 1 സ്റ്റാർ ആയതുപോലെ നമ്മൾ 2 സ്പോൺസറിലേക്കിലൂടെ ഒരു 3 1 സ്റ്റാറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കമ്പനി നമ്മൾ 3 സ്റ്റാർ ഡയറക്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് $10,000 കാർ ഫണ്ട് എന്നുള്ള രീതിയിൽ എല്ലാ വർഷവും. ഓക്കെ, ഇനി നമ്മൾ 3 സ്റ്റാർ ആയി, ഇനി നമ്മൾ 2 1 സ്റ്റാർ കൂടി നമ്മുടെ ടീമിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി 5 സ്റ്റാർ ഡയറക്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ $25,000 യാച്ച് അവാർഡ് എന്നുള്ള രീതിയിൽ എല്ലാ വർഷവും കമ്പനി തരും. അടുത്തത് 2 1 സ്റ്റാർ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ 7 സ്റ്റാർ ഡയറക്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ വില്ല അവാർഡ് എന്നുള്ള രീതിയിൽ $50,000 എല്ലാ വർഷവും. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാൻ 7 സ്റ്റാറിന് $50,000 പറഞ്ഞു, 5 സ്റ്റാറിന് $25,000 പറഞ്ഞു, 3 സ്റ്റാറിന് $10,000 പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ഒന്ന് അച്ചീവ് ചെയ്തതിൽ അടുത്ത് 2നും എലിജിബിൾ ആയാൽ 2ഉം കിട്ടും. ഇപ്പൊ ടൂറിസം ഫണ്ട് കിട്ടുന്ന വ്യക്തി $1,000 ആണ്, അദ്ദേഹത്തിന് നെക്സ്റ്റ് ലെവലിൽ എത്തി 3 സ്റ്റാർ എത്തി കഴിഞ്ഞാൽ $10,000 ആണ്. അപ്പൊ $10,000 എലിജിബിൾ ആയി കഴിഞ്ഞാൽ ആദ്യത്തെ 1000 കിട്ടും. ഉദാഹരണം, ഒരു 7 സ്റ്റാർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വില്ല അവാർഡ് $50,000 കിട്ടും, യാച്ച് അവാർഡ് $25,000 കിട്ടും, കാർ അവാർഡ് $10,000 കിട്ടും, ടൂറിസം അവാർഡ് $1,000 കിട്ടും, ഡയമണ്ട് ബോണസ് 1% കിട്ടും, എല്ലാം കിട്ടും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഫിനിക്സ് അംബാസഡർ ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ 7 സ്റ്റാർ ആവുന്നു, നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഓരോ 7 സ്റ്റാറിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിനിക്സ് അംബാസഡർ ആയി. ഫിനിക്സ് അംബാസഡർ ആയി കഴിഞ്ഞാൽ 32 രാജ്യങ്ങളിൽ നടക്കുന്ന ബിസിനസ് ടേൺ ഓവറിന്റെ PV-യുടെ 0.5% ഫിനിക്സ് അംബാസഡർ ആയിട്ടുള്ള ആളുകൾക്ക് കമ്പനി ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇത്രയുമാണ് ഈ കമ്പനിയുടെ ഇൻകം എന്ന് പറയുന്നത്. 8 റാങ്കുകളും 10 ഇൻകങ്ങളുമായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഫൊഹോവെ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, തുടക്കത്തിലെ പറഞ്ഞു, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ. ഒന്ന്, കമ്പനിയുടെ പ്രൊഫൈലാണ്. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു 2007 തുടങ്ങി 18 വർഷം കൊണ്ട് 32 രാജ്യങ്ങളിൽ എത്തിയിട്ടുള്ള ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്. രണ്ടാമത് പ്രൊഡക്റ്റ് ആണ്, ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്, എന്നാൽ റീസണബിൾ പ്രൈസിൽ വരുന്ന ടെക്നോളജി പ്രൊഡക്റ്റുകളാണ്. ഹെൽത്ത് എക്യുപ്മെന്റ്സ് അടക്കം മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. മൂന്നാമത്തത് എക്സലന്റ് കോമ്പൻസേഷൻ പ്ലാൻ ആണ്. കാരണം നമുക്കറിയാം, ഒരുപാട് കമ്പനികൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും, പ്രത്യേകിച്ച് ഗ്ലോബൽ കമ്പനികളിലൊന്നും ഇത്ര ഈസി ആയിട്ടുള്ള പ്ലാൻ ഒരാളും കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി 4ാമത്തെ സെഗ്മെന്റ് പ്രൊമോഷൻ ആണ്. പ്രൊമോഷൻ പറയുന്ന സമയത്ത് കമ്പനി ഒരുപാട് ട്രിപ്പുകൾ, വർഷത്തിൽ 2-3 ഇന്റർനാഷണൽ ട്രിപ്പുകൾ കൊടുക്കും. അതുപോലെ ലാപ്ടോപ്പ്, മൊബൈല്, ബൈക്ക്, ക്യാഷ്, ഇതൊക്കെ ഓരോ മാസവും കമ്പനി അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്കും നല്ലൊരു അച്ചീവ്മെന്റ് നേടാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഫൊഹോവെ കൊണ്ടുവന്നിട്ടുള്ളത്. ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു പാർട്ട് ടൈം ഇൻകം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഡ്രീമുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഗ്ലോബലി ഒക്കെ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അങ്ങനത്തെ ആളുകൾക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഫൊഹോവെ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിലെ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു വലിയൊരു വിപ്ലവം തന്നെയാണ് ഫൊഹോവെ സൃഷ്ടിക്കാൻ പോകുന്നത്. കാരണം ഒരു ഗ്ലോബൽ കമ്പനിയാണ്, ഇത്ര ഈസി ആയിട്ടുള്ള പ്ലാനാണ്, ടെക്നോളജി പ്രൊഡക്റ്റ് ആണ്, യൂണീക് പ്രൊഡക്റ്റുകളാണ്, അത്രയും സ്റ്റെബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ തീർച്ചയായിട്ടും ഈ കമ്പനിയെ കുറിച്ച് പഠിക്കുക, അത് ഏറ്റെടുക്കുക, വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരു ഓപ്പർച്യൂണിറ്റി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും എന്താണ്, ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ചില നെഗറ്റീവ് വശങ്ങൾ ഉണ്ടാവും. അതിലൊക്കെ എന്തുകൊണ്ട് അത് നെഗറ്റീവ് വരുന്നു, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കാം. ഒരാളുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഒരു കമ്പനിയും ഏറ്റെടുക്കരുത്, ഫൊഹോവയും ഏറ്റെടുക്കരുത്. നിങ്ങൾ സ്വയം തീരുമാനിച്ചുകൊണ്ട് ഈ ബിസിനസിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് ഇതിലേക്ക് കടന്നു വരിക. തുടക്ക സമയമാണ്, ആളുകൾ വലിയ രീതിയിലേക്ക് എക്സ്പാൻഷൻ ചെയ്യപ്പെട്ടിട്ടില്ല. ഇനിയും ഒരുപാട് പ്രൊഡക്റ്റുകൾ
ഞാൻ പറഞ്ഞു 1500-ഓളം പ്രൊഡക്റ്റുള്ള കമ്പനിയിൽ വെറും 18 പ്രൊഡക്റ്റ് മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇനി ഒരുപാട് പ്രൊഡക്റ്റ് വരാനിരിക്കുന്നു. അതെല്ലാം നമ്മളിലൂടെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും, വലിയൊരു ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. അത് സാധിക്കട്ടെ. എല്ലാവർക്കും വലിയൊരു വിജയം ഫോഹോവയിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ നമ്മൾ ഈ ഇതിലിപ്പോ ഇൻകം പ്ലാനുകളൊക്കെ മൊത്തത്തിൽ പറഞ്ഞു പോയതാണ്. അതെല്ലാം ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. എല്ലാവരും ഈ ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് ലൈഫിൽ വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ടിപ്സുകളും സിസ്റ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ പറയുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.